സംശരണം. വൈഷ്ണവ തേജസ് നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞതായിട്ടുള്ള ക്ഷേത്രമാണ് നമ്മുടെ നാരായണ ക്ഷേത്രം. അത് വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനും പ്രത്യേകിച്ച് രോഗനിവൃത്തി, രോഗങ്ങൾ, മാറാരോഗങ്ങൾ, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ മാറി വന്നേക്കുന്ന കഥകൾ ആ നാരായണത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഒന്ന് മാത്രമാണ്. പറയിപ്പറ്റ പന്തീരുകുലത്തിലെ പ്രശസ്തനായ സാക്ഷാൽ നാരായണമംഗലത്തെ ഭട്ടത്തിരിപ്പാടാണ് ഇന്നത്തെ നാരായണത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയതെന്ന് പറയപ്പെടുന്നു. മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യാസമുള്ള ഒരു ക്ഷേത്രമാണ്. നാരായണത്ത് ഭ്രാന്തൻ എന്നാൽ അറിയപ്പെടുന്ന ഒരു ദിവ്യനാൽ പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അത് ഈ ദേശക്കാർക്കും ഈ ഗ്രാമക്കാർക്കും എല്ലാവർക്കും വളരെയധികം ഭാഗ്യം ചെയ്ത ഒരു ഗ്രാമമാണത്. രണ്ടാമതായി പറയാച്ചാൽ മഹാവിഷ്ണുവും കൃഷ്ണനും തുല്യ പ്രാധാന്യത്തോടുകൂടി പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ്. നാരായണമംഗലത്തില്ലത്തിലെ വിശിഷ്ടരായവർ നിരവധി കാലം ആരാധനകൾ ചെയ്തിട്ടുള്ള മഹത്തായ പാരമ്പര്യം ഈ ക്ഷേത്രത്തിന്റെ പിന്നിലുണ്ടെന്നും അതാണ് പിൽക്കാലത്ത് നാരായണമംഗലത്ത് മഹാവിഷ്ണു ഇന്നത്തെ നാരായണത്ത് മഹാവിഷ്ണു ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടതെന്നും പറയപ്പെടുന്നു. തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിലെത്താം. അവതാരവും അവതാര പുരുഷനുമായ മഹാവിഷ്ണുവും ഭഗവാൻ ശ്രീകൃഷ്ണനും ഒരുപോലെ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തെ ആധാരമാക്കി ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. പ്രാചീന കേരളത്തിലെ 63 ദേശങ്ങൾക്ക് ആശ്രയമായിരുന്ന ഈ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് കൊമ്പൊടി ഞാമാക്കൽ എന്ന് പേര് വന്നതിന്റെ പിന്നിലും ഒരു ചരിത്രമുണ്ട്. കൊമ്പൊടി ഞാമാക്കൽ പറമ്പി റോഡിന് സമീപത്താണ് ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് പടയാളികൾ തമ്പടിച്ച മുട്ടത്തൂർ കുന്ന്. സുൽത്താനും സൈന്യവും ഇരുന്നിടത്തുണ്ടായിരുന്ന ആൽമരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും അതിനുശേഷമാണ് കൊമ്പൊടിഞ്ഞ ആലൂക്കൽ എന്നും തുടർന്ന് കൊമ്പൊടി ഞാമാക്കൽ എന്നും ഈ പ്രദേശം അറിയപ്പെട്ടത്. ഞാൻ മാളികപ്പുറം ക്ഷേത്രത്തിലേക്ക് ഞാൻ കെട്ടുനിറച്ച് പോവാനായിട്ട് ഒരു മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലാണ്. ചുള്ളൂർ മണിയത്തുകാവ് ക്ഷേത്രം എന്ന് പറയുന്ന ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് ഞാൻ മാളികപ്പുറത്തേക്ക് എൻ്റെ യാത്ര. ഒരു നിയോഗം പോലെ തന്നെ ഒരു മഹാവിഷ്ണുവിൻ്റെ അടുത്തുനിന്ന് മാളികപ്പുറത്തേക്കുള്ള യാത്ര 2 വിഷ്ണുമാരുടെ, ഒന്ന് മഹാവിഷ്ണുവും ഒന്ന് ശ്രീകൃഷ്ണനും തുല്യമായിട്ടുള്ള പ്രാധാന്യമുള്ള 2 ശ്രീകോവിലുകളാണ് ഞാനിപ്പോൾ പൂജ കഴിക്കുന്നതായിട്ടുള്ള നാരായണത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ. അപ്പോൾ ഒരു നാരായണനിൽ നിന്ന് മാളികപ്പുറത്തേക്കും 2 നാരായണന്മാരിൽ നിന്ന് ശബരിമലയ്ക്കുള്ള യാത്ര, അത് ജീവിതത്തിൽ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കും നാരായണത്ത് ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് മുട്ടിറക്കിയാൽ അതിന്റെ ഫലം ഉണ്ടാവും എന്നാണ് അനുഭവമുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നത്. ക്ഷേത്രത്തിലെ മറ്റൊരു വിശേഷപ്പെട്ട വഴിപാടാണ് മീനൂട്ട്. അമ്പലക്കുളത്തിൽ മീനുകൾക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ മുൻജന്മ പാപങ്ങൾക്ക് പരിഹാരമാകും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. മഹാവിഷ്ണു ഭഗവാന്റെ നാളായതുകൊണ്ട് എല്ലാ മലയാള മാസത്തിലും തിരുവോണ നാളിൽ തിരുവോണ ഊട്ട് നടത്തുന്നത് ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. മാത്രമല്ല, മീനമാസത്തിലെ തിരുവോണ നാളിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവും പൈതൃകവും അനുഭവിച്ചറിയാൻ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തേണ്ട പുണ്യഭൂമിയാണ് നാരായണത്ത് മഹാവിഷ്ണു ക്ഷേത്രം.